ഓക്കെ, അപ്പം അഗെയിൻ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ചാപ്റ്റർ നമ്പർ 2 കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014. നിർബന്ധമായിട്ടും ഒരു 7 മാർക്കിന് ഏതെങ്കിലും ഒരു ലോട്ട് പ്രോബ്ലം ചോദിക്കും, ആൻഡ് ഒരു 7 മാർക്കിന് ഏതെങ്കിലും ഒരു ലോട്ട് തിയറി ചോദിക്കും, 1-2 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റെഗുലർലി ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ക്ലിയർ? സോ നോക്കാം. നമുക്ക് ആദ്യത്തെ കേസിനകത്ത് റൂൾ നമ്പർ 1-നകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഡേറ്റ് മാത്രമാണ്. മേ ബി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 30/6/2014 ഈ റൂള് ഒഫീഷ്യൽ ഗസറ്റിനകത്ത് വന്നത്. റൂൾ നമ്പർ 2 എന്ന് പറയുന്ന ഡെഫിനിഷൻസ് ആണ്. നമുക്കത് വേറൊരു ചാപ്റ്ററാണ്, കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ആ ടൈമിൽ നോക്കാം. റൂൾ നമ്പർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് കോസ്റ്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കേസ്. ഇങ്ങനെ കാറ്റഗറൈസ് നോക്കി, ഡൊമസ്റ്റിക് കമ്പനിയോ ഫോറിൻ കമ്പനി ആവണം, അവർ റെഗുലേറ്റഡ് ആൻഡ് നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, പ്രീവിയസ് ഇയറിനകത്ത് അവരുടെ ടേൺ ഓവർ 35 കോടി രൂപയ്ക്ക് മുകളിലോ 35 കോടിയോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും അവർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഏതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ ഒരു റൂളിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള കേസ് എന്ന് പറയുന്നത് ഈ 35 കോടിയാണ് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കുവാണെങ്കിൽ. ക്ലിയർ? ആൻഡ് ഒരു ടേമും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഓവറോൾ ടേൺ ഓവർ എന്താണ് എന്നുള്ള കേസ് നമുക്ക് വഴിയെ പറയാം. മനസ്സിലായോ? അതായത് ഇഫ് എ കമ്പനി പ്രൊഡ്യൂസ് 3 കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ്, ഞാൻ അതിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യണേ, A, B ആൻഡ് C എന്ന് കരുതുക. എ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് സെക്ടേഴ്സ് ആണെങ്കിൽ, ബി എന്ന് പറയുന്നത് നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സിനകത്ത് വരുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ, സി എന്ന് പറയുന്നത് അതേഴ്സ് ആണെന്ന് കരുതുക. ഈ പറയുന്ന റെഗുലേറ്റഡും അല്ല നോൺ റെഗുലേറ്റഡും അല്ല, അതല്ലാത്ത ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് ആ പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരുതുക. സോ ഇവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും മാത്രമല്ല. ഇവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും കൂടെയുള്ള ടോട്ടലിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, ടേൺ ഓവർ ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. മനസ്സിലായോ? ഓപ്പറേറ്റിംഗ് ഇൻകമായിട്ട് എന്തൊക്കെ വന്നാലും അതെല്ലാം നമ്മുടെ ടേൺ ഓവറാണ്. പക്ഷേ 35 കോടി രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഏതിൻ്റെ മാത്രം റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, എയുടെയും ബിയുടെയും മാത്രം റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആയി? A, B, C എന്ന് പറയുന്ന 3 കാറ്റഗറി, 3 കൂടെ 35 കോടി മുകളിലുണ്ടെങ്കിൽ സിയുടെയും കൂടെ വേണ്ട, ദാറ്റ് മീൻസ് അതേഴ്സും കൂടെ വേണ്ട, ഏത് മാത്രം നിങ്ങൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, റെഗുലേറ്റഡ് ആൻഡ് നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സിനകത്ത് വരുന്നത് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ക്ലിയർ? ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 എക്സ്ക്ലൂഷൻസും കൂടെ നിങ്ങൾ പഠിക്കാണ്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന 2 കമ്പനികൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആ 35 കോടി രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ പോലും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ആദ്യത്തെ ഫോറിൻ കമ്പനീസ് ആണ്, അവർക്ക് ഇവിടെ ലൈസൻസ് ഓഫീസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് അവർ പ്രൊഡക്ഷൻ ഓർ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏത് മാത്രമായിരിക്കണം, മെഡിക്കൽ ഡിവൈസുകൾ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരിത് എക്സെപ്ഷൻ ആണ്. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കാനുള്ളതാണ്. ഒരിക്കൽ ഒബ്ജക്റ്റീവ് ചോദിച്ചതാ, MSMEDക്കകത്ത് പറഞ്ഞിരിക്കുന്ന MSMED ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന മൈക്രോ എന്റർപ്രൈസസും സ്മോൾ എന്റർപ്രൈസസും ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ചത്. മീഡിയം കൂടെ ചോദിച്ചായിരുന്നു. മീഡിയം ആണെങ്കിൽ എക്സംഷൻ ഇല്ല, അപ്ലിക്കബിൾ ആണ്. MSMED ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന മൈക്രോയും സ്മോളും ഒബ്ജക്റ്റീവ് ആണ്, ശ്രദ്ധിക്കണം. ആൻഡ് റൂൾ നമ്പർ 4, ആരൊക്കെയാണ് കോസ്റ്റ് ഓഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് റൂൾ നമ്പർ 3 പ്രകാരം അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസ് അവർ റൂൾ നമ്പർ 4 പ്രകാരം എന്ത് ചെയ്യണം, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് ഒന്ന് നോക്കി, കമ്പനീസ് റെഗുലേറ്റഡ് സെക്ടേഴ്സ്. ഓക്കെ, ഞാൻ ഇതിനെ 4(1) ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. റൂൾ നമ്പർ 4 സബ് റൂൾ 1. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓവറോൾ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് A + B + C. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, A എന്ന് പറയുന്നത് റെഗുലേറ്റഡും B എന്ന് പറയുന്നത് നോൺ റെഗുലേറ്റഡും ആൻഡ് C എന്ന് പറയുന്ന അതേഴ്സും. ഇതെല്ലാം കൂടെ 50 കോടി രൂപയ്ക്ക് മുകളിലും, ആൻഡ് എയും ബിയും കൂടെ മാത്രം, റെഗുലേറ്റേഴ്സ് എയും ബിയും കൂടെ മാത്രം 25 കോടിയോ അതിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് ഏത് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഈ പറയുന്ന റെഗുലേറ്ററിന്റെ മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി. മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എയും ബിയും മെയിൻറ്റെയിൻ ചെയ്യണം, ബട്ട് ഓഡിറ്റ് ചെയ്യുന്നത് ഏത് മാത്രമായിരിക്കണം, റെഗുലേറ്റഡ് സെക്ടേഴ്സിന്റെ മാത്രമായിരിക്കണം. ക്ലിയർ? ആൻഡ് സെക്കൻഡ് കാറ്റഗറി നോക്കി, ഈ പറയുന്നത് പോലെ ഓവറോൾ ആനുവൽ ടേൺ ഓവർ, ദാറ്റ് മീൻസ് A + B + C. A എന്ന് പറയുന്നത് റെഗുലേറ്റഡ്, B എന്ന് പറയുന്നത് നോൺ റെഗുലേറ്റഡ്, C എന്ന് പറയുന്നത് അതേഴ്സ്. ഇവരുടെ 3 പേരുടെയും കൂടെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 100 കോടി രൂപയ്ക്ക് മുകളിലും, ആൻഡ് എയുടെയും ബിയുടെയും മാത്രമുള്ള ടേൺ ഓവർ എത്രയും മുകളിലും, ഈ പറയുന്ന 50 കോടി രൂപയ്ക്ക് മുകളിൽ 35 കോടി രൂപയ്ക്ക് മുകളിലും ആണെങ്കിൽ ഇവിടെ 4(2) പ്രകാരം ഏതൊക്കെ ഓഡിറ്റ് ചെയ്യണം, എയും ഓഡിറ്റ് ചെയ്യണം ആൻഡ് ബിയും ഓഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സും ചോദിക്കാം, ഈ പറയുന്ന പോലെ ഒരു 7 മാർക്കിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. സോ വൺസ് അഗെയിൻ A, B, C 3ആയിട്ടാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എനെ റെഗുലേറ്റഡ് ആയിട്ടും ബിനെ നോൺ റെഗുലേറ്റഡ് ആയിട്ടും സിനെ അതേഴ്സ്, ഇങ്ങനെ 3 കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ആണെന്ന് കരുതുക. ക്ലിയർ? അവിടെ എയും ബിയും സിയും കൂടെ ടോട്ടൽ ടേൺ ഓവർ 35 കോടി രൂപയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ എയുടെയും ബിയുടെയും നിങ്ങൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി എപ്പോഴാണ് ഇത് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കേസ് വരുമ്പോൾ എയും ബിയും സിയും കൂടെയുള്ള ടോട്ടൽ ടേൺ ഓവർ 50 കോടി രൂപയ്ക്ക് മുകളിലും എയും ബിയും 25 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 4(1) പ്രകാരം നിങ്ങൾ റെഗുലേറ്റഡ് സെക്ടേഴ്സിന്റെ മാത്രം എന്ത് ചെയ്താൽ മതി, ഓഡിറ്റ് ചെയ്താൽ മതി. ആൻഡ് സെക്കൻഡ് വൺ, എയും ബിയും സിയും കൂടെ 100 കോടി രൂപയ്ക്ക് മുകളിലും എയും ബിയും കൂടെ 35 കോടി രൂപയ്ക്ക് മുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ എയും ബിയും എന്ത് ചെയ്യേണ്ടി വരും, 4(2) പ്രകാരം ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ?
നമ്മുടെ മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് ഒരു 5 or 6 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഏരിയ ഒന്ന് ക്ലിയർ ആവും. അടുത്തത് ഇതിന്റെ എക്സെപ്ഷൻസ് ആണ് പറയണേ. ദാറ്റ് മീൻസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, പക്ഷേ ഓഡിറ്റ് ചെയ്യേണ്ട എന്നുള്ള കേസിനകത്ത് നോക്കി എക്സ്പോർട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നത്. ആ റവന്യൂ 75% ഓഡിറ്റ് മറ്റേ ഒബ്ജക്റ്റീവ് ചോദിക്കാം. എക്സ്പോർട്ടിൽ നിന്ന് റവന്യൂ കിട്ടുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ത്രൂ ആണ്. അത് 75% മുകളിലാണെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്പെഷ്യൽ എക്കണോമിക് സോണിലാണെങ്കിൽ മനസ്സിലായോ, കമ്പനി അല്ല ആ ഒരു ഡിവിഷൻ സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ നിങ്ങൾ ക്യാപ്റ്റീവ് കൺസപ്ഷൻ ത്രൂ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? നിങ്ങൾ കോസ്റ്റ് ഓഡിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ക്ലാസ്സിനകത്തും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പറഞ്ഞിരുന്നത് കമ്പനിക്കല്ല നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണേ, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്കാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണേ. മനസ്സിലായോ? റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പനിക്കകത്താണെങ്കിൽ പോലും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഡക്റ്റിനാണ്. ഇവിടെയും പറയുന്നത് A, B എന്ന് പറയുന്ന 2 കാറ്റഗറിക്കകത്തുള്ള പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റിന് വിധേയമാവേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആ. ഒബ്ജക്റ്റീവും ചോദിക്കും, തിയറിയും ചോദിക്കാനുള്ള സാധ്യതയുള്ള ഏരിയ. ഇനി എന്താണ് ടേൺ ഓവർ? നമ്മൾ കുറേ നേരമായിട്ട് ടേൺ ഓവറിനെ കുറിച്ച് പറയണേ. ഇവിടെ നോക്കി, ടേൺ ഓവർ ഇൻക്ലൂഡ് എനി കൈൻഡ്സ് ഓഫ് ഓപ്പറേഷണൽ ഇൻകം. എന്ത് വേണേലും ആവാം. അത് ജോബ് വർക്ക് ഇൻകം ആവാം, സ്ക്രാപ്പ് സെയിൽ ആവാം, ട്രേഡിംഗ് ടേൺ ഓവർ ആവാം, എക്സ്പോർട്ട് ബെനിഫിറ്റ് ആവാം, ആൻഡ് സെയിൽ ഓഫ് സർവീസ് എക്സെട്ര. എന്ത് വേണേലും ആവാം. ബട്ട് ഇൻ കാറ്റഗറി അതൊരു ഓപ്പറേഷണൽ ഇൻകം ആണെങ്കിൽ അതിനെല്ലാത്തിനെയും കൂടെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ടേൺ ഓവർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? അടുത്തത് റൂൾ നമ്പർ 5 പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെയാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് നമ്മൾ 3 പ്രകാരം റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫോം ആണ് CRA1. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് അതൊരു റെഗുലർ ബേസിനകത്ത്, ഒരു റെഗുലർ പീരിയഡിക്കൽ ബേസിനകത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മേ ബി അത് മറ്റേ ഇയർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം, എങ്ങനെ വേണേലും ആവാം, കുഴപ്പമില്ല. ബട്ട് CRA1 ഒരു 31 ഹെഡിനകത്ത് 30+1 എന്ന് പറയും. ഓക്കെ, 30 കോസ്റ്റ് എലമെന്റ്സും പിന്നെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റും, അങ്ങനെ ഒരു 31 ഹെഡിനകത്ത് നിങ്ങൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കമ്പനി സ്പെസിഫൈഡ് ഇൻ റൂൾ 3 and 4 ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാർ 150 ദിവസത്തിനുള്ളിൽ, ദാറ്റ് മീൻസ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി 150 ദിവസത്തിനുള്ളിൽ കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ റിട്ടേൺ കൺസേൺ വാങ്ങിക്കണം. അങ്ങനെ അയാളെ അപ്പോയിന്റ് ചെയ്ത വിവരം ഓക്കെ, ഏത് ബോർഡ് മീറ്റിംഗിലാണോ അയാൾ അപ്പോയിന്റ് ചെയ്യുന്നത് ആ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് 30 days ഓർ മാക്സിമം 100 days വിച്ച് എവർ ഈസ് ഏർലിയർ CRA2 ആരെ അറിയിക്കണം, സെൻട്രൽ ഗവൺമെന്റ് അറിയിക്കണം. മനസ്സിലായി? സോ റിട്ടേൺ കൺസേൺ വാങ്ങിച്ച് കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ് ചെയ്ത വിവരം CRA2 ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് അപ്പോയിന്റ് ചെയ്ത് 30 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 150 ദിവസത്തിനുള്ളിൽ, ഇത് ഈ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണോ വരുന്നത് ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, CRA2 സബ്മിറ്റ് ചെയ്യേണ്ടി വരും സെൻട്രൽ ഗവൺമെന്റിലോട്ട്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, നമ്മുടെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തു. ഇനി ഓഡിറ്റ് ചെയ്യേണ്ടത് നോക്കി, auditor shall continue office till the expiry of 180 days from the closure of the financial year. ഈ ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് മീൻസ് അയാളെ അപ്പോയിന്റ് ചെയ്ത ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 180 ദിവസത്തിനുള്ളിൽ അയാൾ എന്ത് സബ്മിറ്റ് ചെയ്യണം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായോ? മാക്സിമം ഡേയ്സ് 180. അതിന് മുമ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതുവരെ ആയിരിക്കും അയാളുടെ ടേം ഓഫ് ഓഫീസ്. ആൻഡ് റിമൂവൽ ഓഫീസ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ടേം. എന്തെങ്കിലും കാരണവശാൽ അയാളെ റിമൂവ് ചെയ്യണമെങ്കിൽ അയാളെ റിമൂവ് ചെയ്യാം. ബട്ട് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടി വരും. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി വരും. അങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് എഗെയിൻ നിങ്ങൾ CRA2 എന്ന് പറയുന്ന സാധനം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എത്ര ദിവസത്തിനുള്ളിൽ? 30 daysനുള്ളിൽ. മനസ്സിലായി? ദാറ്റ് മീൻസ് എനി ക്യാഷ് വേക്കൻസി ക്യാൻ ബി ഫിൽഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ ദ പീരീഡ് ഓഫ് 30 days. 30 ദിവസത്തിനുള്ളിൽ ക്യാഷ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ പുതിയ കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് CRA3 എന്ന് പറയുന്ന ഫോമിനകത്ത്. ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 180 daysനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് കമ്പനി ടു ദ സെൻട്രൽ ഗവൺമെന്റ് എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ CRA4 സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായോ? സോ ഒബ്ജക്റ്റീവ് ആണ്, ഏതെങ്കിലും ഒരു CRA ചോദിക്കും. സോ പറഞ്ഞത് CRA1 കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, CRA2 ഈ പറയുന്ന കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത വിവരം സെൻട്രൽ ഗവൺമെന്റിലോട്ട് അറിയിക്കാൻ, CRA3 കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ, ആൻഡ് CRA4 ഈ കിട്ടിയ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ. ക്ലിയർ? ഇനി ആ ഡേയ്സും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? 180 ദിവസത്തിനുള്ളിൽ. ആൻഡ് ഈ കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത വിവരം സെൻട്രൽ ഗവൺമെന്റിനോട്ട് അറിയിക്കേണ്ടത് എപ്പോഴാണ്? ഈ അപ്പോയിന്റ്മെന്റ് ചെയ്ത ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മാക്സിമം 180 days വിച്ച് എവർ ഈസ് ഏർലിയർ. ഇനി കോസ്റ്റ് ഓഡിറ്റർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട എത്ര ദിവസത്തിനുള്ള? 180 ദിവസത്തിനുള്ളിൽ. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വിവരം സെൻട്രൽ ഗവൺമെന്റിലോട്ട് അറിയിക്കേണ്ട എത്ര ദിവസത്തിനുള്ള? ഒരു 30 daysനുള്ളിൽ. സോ ആ 30 daysഉം 180 daysഉം കൺഫ്യൂസിങ് ആവരുത്. ഒബ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ പറയാം. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതാണല്ലോ CRA അല്ലേ? ആസ് എ കോസ്റ്റ് ഓഡിറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ CRA3യുടെ ഞാനൊരു ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് A, പാർട്ട് B ആൻഡ് പാർട്ട് C ആൻഡ് പാർട്ട് D. ഇങ്ങനെ ഒരു 4 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
മേ ബി ചോദിച്ചാലോ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ട് എക്കകത്ത് ജനറൽ ഇൻഫർമേഷൻ ഓഫ് കമ്പനി, ജനറൽ ഇൻഫർമേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റർ, കമ്പനി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എക്കകത്ത് നമുക്ക് കൊടുക്കാറ്. പാർട്ട് ബി എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് സെക്ടറിനും പാർട്ട് സി എന്ന് പറയുന്നത് സർവീസ് സെക്ടേഴ്സിനാണ്. ക്ലിയർ? ഇനി പാർട്ട് ഡി എന്ന് പറയുന്നതാണ് അനക്ഷേഴ്സ്. ഇതാണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് കയറി വരുന്ന കാര്യം. എന്തൊക്കെയാണ്? ഒന്ന് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. 2 റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ റേഷ്യോ അനാലിസിസ് ചെയ്യണം. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യണം. ആൻഡ് റീകൺസിലിയേഷൻ ഓഫ് ഇൻഡയറക്ട് ടാക്സുകളും ചെയ്യണം. ഇതിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രാക്ടിക്കൽ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന പ്രോഫിറ്റ് റീകൺസിലിയേഷൻ, വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള 1-2 പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അതർവൈസ് നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ഞാനത് ഇതിൻ്റെ താഴെ ലിങ്കിലോ ഞാൻ ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോൻ്റെ താഴെയായിട്ട് ഈ പറയുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്ന 1-2 പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ തന്നെ അങ്ങ് തീർക്കാമല്ലോ. ക്ലിയർ? സോ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെറ്റീരിയലിനകത്തും അല്ലെങ്കിൽ ഇതുവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു പേടി കാരണം ഞാൻ അഡീഷണലി ഒരു സ്ലൈഡും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് റെഗുലേറ്റഡ് സെക്ടേഴ്സ്, പാർട്ട് എ പ്രകാരം റെഗുലേറ്റഡ് ആണെന്ന്, പാർട്ട് ബി പ്രകാരം നോൺ റെഗുലേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. നോൺ റെഗുലേറ്റഡ് ഒരു 10-33 ഉണ്ട്. അതൊന്നും കാണാതെ പഠിക്കണം നടക്കുന്ന കാര്യമല്ല. എന്നാലും എക്സാമിന് കയറുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു വെച്ചേക്ക്. റെഗുലേറ്റഡ് സെക്ടേഴ്സിനകത്ത് നോക്കി, ഒന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, 2 ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, 3 പെട്രോളിയം പ്രൊഡക്ട്സ്, 4 ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഷുഗർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾസ്. ഇത്രയുമാണ് പാർട്ട് എ പ്രകാരം നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്ന റെഗുലേറ്റഡ് സെക്ടേഴ്സ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് പ്രൊഡക്ട്സ്. ക്ലിയർ? സോ മറക്കരുത്, എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ പാർട്ട് ബിയും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ചു വെച്ചേക്ക്. ഏതൊക്കെ പ്രൊഡക്റ്റാണ് കയറി വരണേ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. മേ ബി അവരെങ്ങാനും കോസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം വന്നിട്ട് ചോദിച്ചാലോ? മനസ്സിലായോ? പാർട്ട് എ ആണ് പാർട്ട് ബി ആണ് എന്ന് പറയാതെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ചോദിച്ചിട്ട് തരുവാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും മനസ്സിലാക്കണ്ടേ ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് എ എന്നും പ്രൊഡക്റ്റ് ബി എന്നും. ഞാൻ പ്രൊഡക്റ്റ് ബി കാണാതെ പഠിക്കണമെന്ന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന റെഗുലേറ്റഡ് ഏതാണെന്ന് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലംസും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. ക്ലിയർ? സോ നമുക്ക് അടുത്ത വീഡിയോയിൽ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് വരാം. ക്ലിയർ?